പുലർച്ചെ 1:05 മുതൽ 1:30 വരെയുള്ള സമയത്തെ സ്ട്രൈക്കിലൂടെ സൈനിക നടപടി അവിടെ അവസാനിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ നേരിന്റെ മൂല്യമറിയാത്ത പാകിസ്ഥാൻ എങ്ങനെ പെരുമാറുമെന്ന് നമ്മുടെ സൈന്യത്തിന് നല്ല ബോധ്യവും ഉണ്ടായിരുന്നു. തിരിച്ചടി ചോദിച്ചു വാങ്ങുകയായിരുന്നു പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മുഖത്തടിയേറ്റ പാകിസ്ഥാൻ മര്യാദയുടെ സർവ്വസീമകളും ലംഘിച്ച് അതിർത്തിയിൽ അതിക്രമം തുടങ്ങി. മെയ് 7-ന് പൂച്ചടക്കം 40ഓളം ഇടങ്ങളിൽ പാക് സേനയുടെ ഷെല്ലിംഗ്, 12 പേർ കൊല്ലപ്പെട്ടു. സാധാരണ മനുഷ്യരെ ലക്ഷ്യം വയ്ക്കുന്ന ഭീകരവാദികളിൽ നിന്ന് പാക് സേനയ്ക്ക് എന്ത് വ്യത്യാസം? എട്ടാം തീയതിയും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു. കുപ്വാര, ബാരാമുള്ള, ഉറി, പൂഞ്ച്, രജൌരി സെക്ടറുകളിൽ പാകിസ്ഥാന്റെ കനത്ത ഷെല്ലിംഗ്. 14 ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും. പക്ഷേ നമ്മുടെ പ്രതിരോധ കവചത്തിന് മുന്നിൽ എല്ലാം നിഷ്പ്രഭം. ശക്തമായ പ്രതിരോധത്തിനൊപ്പം തിരിച്ചടിയും തുടങ്ങിയിരുന്നു ഇന്ത്യ. ആദ്യം ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ ആകാശത്തെത്തി. ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ പ്രഹരം. ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. भारत ने अपनी सरजमी पर हुए हमले का जवाब देने के लिए अपने राइट टू रेस्पॉन्ड का इस्तेमाल किया है और हमारी यह कार्रवाई बेहद सोच समझकर सधे हुए तरीके से की गई है. आतंकियों के हौसले पस्त करने के उद्देश्य से यह कार्रवाई महज उनके कैंप्स और इंफ्रास्ट्रक्चर तक ही सीमित रखी गई है. मैं पुनः हमारे आर्म्ड फोर्सेस के शौर्य को मैं नमन करता हूं. യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടതോടെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടു തുടങ്ങി. പക്ഷേ ഇന്ത്യ നയം വ്യക്തമാക്കി, പോരാട്ടം ഭീകരവാദത്തിനെതിരെയാണ്. ഇങ്ങോട്ടാക്രമിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കും. സ്കൂളുകളും ആരാധനാലയങ്ങളും വരെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു. യാത്രാ വിമാനത്തെ മറയാക്കി ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ യുദ്ധമര്യാദകളുടെ എല്ലാ പരിധികളും ലംഘിച്ചു. भारतीय वायुसेना ने अपनी प्रतिक्रिया में काफी संयम दिखाया और इस प्रकार अंतर्राष्ट्रीय नागरिक विमान सेवा की सुरक्षा सुनिश्चित की. പാകിസ്ഥാൻ ഏറ്റ തിരിച്ചടി പാക് പൗരന്മാരും ജനപ്രതിനിധികളും തന്നെ ഏറ്റുപറഞ്ഞിരുന്നു. 8, 9, 10 ദിവസങ്ങളിലായി പാകിസ്ഥാൻ ഇന്ത്യൻ സേനയുടെ കരുത്തറിയുകയായിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല, വേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ ഏത് സുരക്ഷിത കേന്ദ്രത്തിൽ പോലും പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ പരക്കം പായൽ.